ഒരു ക്വാർട്ടർ ഫൈനൽ സമാനമായിട്ടുള്ള ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പോരാട്ടത്തിൻ്റെ അനാലിസിസാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ടോസ് നേടി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിന് ബാറ്റിംഗ് ആക്കിയായിരുന്നു. ഇന്ത്യക്ക് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ടെന്ന് പറയാം. അവരുടെ മുൻനിര ബാറ്റ്സ്മാൻമാരൊക്കെ മികച്ച ഫോമിലേക്ക് വരികയാണ്. ഫസ്റ്റ് ഓപ്പണേഴ്സിൽ ഷായ് ഹോപ്പ് 32 റൺസ് എടുക്കുന്നു. റോസ്റ്റൺ ചെയ്സ് 25 ബോളിൽ 40 റൺസ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വരുന്ന ഹെറ്റ്മെയർ 12 ബോളിൽ 27 റൺസ് എടുക്കുന്നു. പിന്നീട് വരുന്ന ജേസൺ ഹോൾഡർ 22 ബോളിൽ 37 റൺസ്. റോമാൻ പവൽ 19 ബോളിൽ 34 റൺസ് എന്നിങ്ങനെ എല്ലാ ബാറ്റ്സ്മാൻമാരും മികച്ച ഫോമിലേക്ക് വരുന്നു. ഇന്ത്യക്ക് ടാർഗറ്റ് കൊടുത്തത് 196. അപ്പോൾ തന്നെ ഒരു കളി ഏകദേശം അവർ പിടിച്ചതുപോലെയാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് കളി പോയതുപോലെ തന്നെയായിരുന്നു ആ ഒരു നിമിഷത്തിൽ. മറുപടി ബാറ്റിങ്ങിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയതെങ്കിലും 29 റൺസ് എടുത്തപ്പോൾ അഭിഷേക് ശർമ്മ ഔട്ടാവുകയാണ്. 10 റൺസ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. പിന്നീട് ഇഷാൻ കിഷനെത്തി. അഗെയിൻ അദ്ദേഹത്തിനും കാര്യമായും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. 10 റൺസ് എടുത്ത് അദ്ദേഹം ഔട്ടാണ്. പിന്നീട് സൂര്യകുമാർ യാദവുമൊത്ത് 58 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് സഞ്ജു അവിടെ ബിൽഡ് ചെയ്യുന്നത്. സൂര്യയ്ക്കും വലിയൊരു സ്ട്രൈക്ക് റേറ്റിലൊന്നും ബാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. വലിയ തകർച്ചയിൽ നിന്ന് ഇന്ത്യനെ കരകയറ്റി അദ്ദേഹം മടങ്ങുകയാണ്. ശേഷം തിലക് വർമ്മ, ആ ഒരു പാർട്ട്ണർഷിപ്പ് എടുത്തു പറയേണ്ടതാണ്. 42 റൺസ്, ആ ഒരു പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ് ആ പാർട്ട്ണർഷിപ്പിലൂടെ സഞ്ജുവും തിലകും. ശേഷം ഹർദിക് പാണ്ഡ്യയൊത്ത് 38 റൺസ് പാർട്ട്ണർഷിപ്പ്. അതിനുശേഷം ദുബൈയൊത്ത് അവസാന വിക്കറ്റിൽ പുറത്താകാതെ അപരാജിതമായിട്ടുള്ള 20 റൺസ് പാർട്ട്ണർഷിപ്പ്. ഇത് എല്ലാത്തിലും എല്ലാ പാർട്ട്ണർഷിപ്പിലും അവിടെ നിലയുറച്ചു നിന്ന ഒരേ ഒരാളാണ് സഞ്ജു സാംസൺ. 50 പന്തിൽ 97 റൺസ് എടുത്താണ് അദ്ദേഹം ഇന്ന് തൻ്റെ റേഞ്ച് എന്താണെന്ന് കാണിച്ചു കൊടുത്തത്. തികച്ചും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് പറയാം. കാരണം കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് വിമർശനങ്ങൾക്കൊടുവിൽ കരിയർ എൻഡ് എന്ന് എല്ലാവരും വിലയിരുത്തിയൊരു കരിയറാണ് സഞ്ജു സാംസൻ്റെ. ഇന്നത്തോടെ അദ്ദേഹത്തിൻ്റെ കരിയർ എൻഡാവും, ഒരുപക്ഷെ ആവുമായിരുന്നു ഇന്ന് പരാജയപ്പെട്ടിരുന്നെങ്കിൽ, ചെറിയ റൺസ് ആയിരുന്നെങ്കിൽ. പക്ഷേ ആ ഒരു ലാസ്റ്റ് ചാൻസിൽ, ലാസ്റ്റ് മൊമെൻറ്റിൽ തിരിച്ചു വരുന്ന അത് വളരെ കുറഞ്ഞ ആ ഒരു പ്രതിഭകൾക്ക് മാത്രമേ പറ്റുള്ളൂ. നമുക്കറിയാം, ഇത്ര മുമ്പ് ഒരു 170 മേലൊക്കെ ചേസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ആരാണ് ആ ഇന്നിങ്സിലൊക്കെ കെട്ടിപ്പടുത്തിയിട്ടുള്ളത്. സാക്ഷാൽ വിരാട് കോഹ്ലി. അദ്ദേഹത്തിൻ്റെ ആ റേഞ്ചിൽ അല്ലെങ്കിൽ അതിനെ മേലെ വെക്കാൻ പറ്റുന്ന ഒരു ഇന്നിങ്സ് തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഗ്രേറ്റ് എന്നല്ലാതെ ഒന്നും പറയാനില്ല. അപ്പോൾ അത്രയും വലിയൊരു ഇന്നിങ്സിന് നമ്മൾ എസ്പെഷ്യലി മലയാളികൾ ഏറ്റവും കൂടുതൽ ഇന്ന് സന്തോഷവാന്മാരാവും. അതുപോലെ തന്നെ എന്താണ്, മലയാളികൾ മാത്രമല്ല സഞ്ജുവിൻ്റെ എല്ലാ ഫാൻസും. കാരണം ഇതൊരു തിരിച്ചുവരവാണ്, ഇന്നില്ലെങ്കിൽ ഇനിയില്ല, അതുപോലെ തന്നെയായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് നെക്സ്റ്റ് സെമിയിൽ ഇതിലും മികച്ച പെർഫോമൻസ് സെമിയിലും ഫൈനലിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം.